പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവിന്റെ മരണത്തിൽ 3 സഹപാഠികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി. ആത്മഹത്യാ പ്രേരണാ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അമ്മുവിന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് KSU DGPക്ക് കത്ത് നൽകി. അമ്മുവിനെ സഹപാഠികൾ ഉപദ്രവിച്ചത് വൈരാഗ്യ ബുദ്ധിയോടെയാണ് എന്നും കോളേജ് അധികൃതർ ഒളിച്ചുകളി നടത്തുകയാണെന്നും പിതാവ് റിപ്പോർട്ടറോട് പറഞ്ഞു. കാരണമായിട്ടാണ് എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. കാരണം എന്താ, ഐ ക്വിറ്റ് എന്ന് എഴുതിയത് അവളുടെ ഹാൻഡ് റൈറ്റിങ്ങിലല്ല. ഇന്നലെ എൻ്റെ മകൻ അവിടെ പോയി ഇവൾ എഴുതിയ ബുക്കും എല്ലാം പോലീസിനെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അവളുടെ ഹാൻഡ് റൈറ്റിങ്ങായിട്ട് ഒരു സാമ്യവും ഇല്ല ഈ ഐ ക്വിറ്റ് എന്ന് എഴുതിയതിനകത്ത്. നിരവധി തവണ പറഞ്ഞു ടീച്ചറിനോട് ഇങ്ങനെ ബുദ്ധിമുട്ടാണ്. മെമ്മോ മാത്രം കൊടുത്തു. അവരുടെ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിക്ക് ഇത് ഫോർവേഡ് ചെയ്തു. അവർ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 8/11 ഞാനൊരു പരാതി പ്രിൻസിപ്പലിന് കൊടുത്തിരുന്നല്ലോ. കൊടുത്തതിനകത്ത് പ്രിൻസിപ്പൾ അത് മറ്റുള്ളവരോട് പറഞ്ഞു അത് 2 ദിവസം കഴിഞ്ഞാൽ കിട്ടിയെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്നലെ വന്നപ്പോൾ എൻ്റെ അടുക്ക പറഞ്ഞു ആ 2 പരാതി എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അതിൻ്റെ 2നും ആക്ഷൻ എടുത്തിട്ടുണ്ടോന്നും ഇന്നലെ ഇവിടെ ചാനലിൻ്റെ മുമ്പിൽ വെച്ചാണ് സാർ അത് പറഞ്ഞത്. വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമനുണ്ട്, TV പ്രസാദും. ആദ്യം പ്രവീൺ പുരുഷോത്തമനിലേക്ക്. പ്രവീൺ, ഇപ്പോൾ 3 വിദ്യാർത്ഥികളുടെ പേരാണ് പിതാവ് സജീവൻ നേരത്തെ പ്രിൻസിപ്പലിന് തന്നെ പരാതിയിൽ പറഞ്ഞത് 3 പേരുകളാണ്. ആ കുട്ടികളെ തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്, കസ്റ്റഡിയിലെടുത്ത്. അങ്ങനെ തന്നെ പറയാം. അതായത് അമ്മുവിൻ്റെ പിതാവ് കോളേജ് പ്രിൻസിപ്പാളിന് ഇമെയിൽ മുഖാന്തരം ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതിയിൽ പറഞ്ഞിരുന്നത് തൻ്റെ മകൾക്ക് കോളേജിൽ മാനസിക പീഡനം ഈ 3 കുട്ടികളിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ്. അതിന് എന്തൊക്കെ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായി എന്നുള്ളതും വിശദീകരിച്ച് തന്നെ ഈ ഇമെയിൽ പരാതിയിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പിന്നീട് തുടർ അന്വേഷണത്തിലേക്ക് പോയത് അമ്മുവിൻ്റെ മരണത്തിന് ശേഷം. അതുമാത്രവുമല്ല, അമ്മുവിൻ്റെ സഹോദരൻ ഇന്നലെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിൽ വിശദമായിട്ടുള്ളൊരു മൊഴിയും കൊടുത്തിരുന്നു. ആ മൊഴിയിലും തൻ്റെ സഹോദരിക്ക് മാനസികമായിട്ടുള്ള പീഡനം ഈ 3 പെൺകുട്ടികളിൽ നിന്നും സഹപാഠികളിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നതായി സഹോദരനും പോലീസിനോട് വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 വിദ്യാർത്ഥിനികളെയും ഇന്നലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യലിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ, അതായത് പിതാവ് ഏതൊക്കെ കാര്യങ്ങളിൽ പരാതി പറഞ്ഞിരുന്നോ ആ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് പോലീസിന് ബോധ്യമായിട്ടുണ്ട്. മറ്റൊന്ന്, ഈ അമ്മുവിൻ്റെ പിതാവിൻ്റെ പരാതി കോളേജിൽ ലഭിച്ചതിന് ശേഷം ഈ 3 വിദ്യാർത്ഥിനികളെയും പ്രിൻസിപ്പാൾ വിളിച്ചു വരുത്തിയിരുന്നു. അതിനുശേഷം അവരിൽ നിന്ന് വിശദീകരണവും തേടിയിരുന്നു. ഈ വിശദീകരണത്തിൽ തങ്ങൾക്ക് തെറ്റുപറ്റിയതായും ഇനി അങ്ങനെ ഉള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്നും ഈ വിദ്യാർത്ഥിനികൾ അവരുടെ ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ അതിൻ്റെ മറുപടിയായി അവർ നൽകിയിരുന്നു. അതും പോലീസിന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ 3 വിദ്യാർത്ഥികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് പത്തനംതിട്ട കോടതിയിലേക്ക് ഈ 3 വിദ്യാർത്ഥിനികളെയും എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കോടതിയിൽ നിന്നും അവർക്ക് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് വരും നിമിഷങ്ങളിൽ അറിയാം. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ ഈ കുട്ടികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നുള്ളൊരു അപേക്ഷ വരും ദിവസങ്ങളിൽ കൊടുക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ശരി, ഞാൻ പ്രസാദിലേക്ക്. പ്രസാദ്, ഇപ്പോൾ